നമസ്കാരം. അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രികക്ഷി സൈനിക സഹകരണത്തെ ശക്തമായി അപലപിക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. മേഖലയിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഉത്തര കൊറിയയുടെ ആണവ ശക്തികളെ കൂടുതൽ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. തന്ത്രപ്രധാനമായ ആണവ സ്രോതസ്സുകളെ വിന്യസിക്കുകയും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസത്തെയും കിം വിമർശിച്ചു. ഇത് പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥയെ തകർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥയെ ഉറപ്പാക്കാൻ ഉത്തര കൊറിയ ആണവ ശക്തികൾ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഉത്തര കൊറിയയുടെ സുരക്ഷാ ഭീഷണികൾക്കെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ അവരുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര അഭ്യാസമായ ഫ്രീഡം എഡ്ജ് നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഈ സൈനിക അഭ്യാസത്തിന് 3 രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ, അമേരിക്കയുടെ ആണവ വിമാന വാഹിനിക്കപ്പൽ എന്നിവയും ഉൾപ്പെടുന്നു. പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിന് സുസ്ഥിരമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും കിമ്മിന്റെ പ്രതിജ്ഞയിൽ കൂടുതൽ ആണവ വികസനം മാത്രമല്ല, റഷ്യ, ചൈന തുടങ്ങിയ മറ്റ് രാജ്യങ്ങളുമായുള്ള സൈനിക സഹകരണവും ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആണവ ശേഖരണവും യുദ്ധാഭ്യാസങ്ങളും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക സഹകരണവും മേഖലയിൽ സൈനിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നുവെന്നും സുരക്ഷാ പരിസ്ഥിതിക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും കിം പറയുന്നു. പ്രാദേശിക സാഹചര്യത്തിൽ അനാവശ്യമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കാൻ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ സ്ഥാപക ദിന ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ സന്ദർശന വേളയിൽ അദ്ദേഹം പ്രതികരിച്ചത്. അതേസമയം റഷ്യയുടെ യുക്രൈനുമായുള്ള യുദ്ധത്തെക്കുറിച്ചും സന്ദർശന വേളയിൽ കിം പ്രതിപാദിക്കുകയുണ്ടായി. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഉടമ്പടിക്ക് അനുസൃതമായി തങ്ങളുടെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കാനുള്ള റഷ്യൻ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും ന്യായമായ ലക്ഷ്യത്തെ ഉത്തര കൊറിയൻ സൈന്യവും ജനങ്ങളും എപ്പോഴും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 വർഷം നീണ്ടുനിന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ അയച്ച ഏകദേശം 11,000 സൈനികർക്ക് പുറമെ റഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാൻ ഉത്തര കൊറിയ തയ്യാറെടുക്കുന്നതായി സംശയിക്കുന്നതായും കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയ പറഞ്ഞിരുന്നു. ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് തുടർച്ചയായ പിന്തുണ നൽകുമെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉത്തര കൊറിയയിലെ സൈന്യവും ജനങ്ങളും റഷ്യൻ സൈന്യത്തിന്റെ ജനങ്ങളുടെയും പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നുള്ള ന്യായമായ ലക്ഷ്യത്തെ എപ്പോഴും കിം പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. റഷ്യയിലെ കുർസ്ക് മേഖലയിൽ മുൻനിരയിൽ ഉത്തര കൊറിയൻ സൈന്യം തിരിച്ചെത്തിയതായും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. അതേസമയം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയിൽ ആശങ്കയുള്ള അമേരിക്ക അവരുമായി ഒരു സഖ്യത്തിന് ശ്രമിക്കുന്നതായും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.